മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ദിവസം എൻ്റെ ഉമ്മ ഒരു പഴക്കുല പഴുപ്പിക്കാൻ വേണ്ടി അടുക്കളയുടെ അട്ടത്തിൻ്റെ മുകളിൽ വെച്ചു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പുളിമരമുണ്ട്. വൈകുന്നേര സമയമാകുമ്പോൾ അയൽവാസികളായ സ്ത്രീകളൊക്കെ ഈ പുളിമരത്തിൻ്റെ ചുവട്ടിലെത്തും. അവിടെ അവർ സഭ കൂടും. ആ സഭയിൽ എല്ലാ വിഷയം ചർച്ച ചെയ്യപ്പെടും. അതിൽ എൻ്റെ ഉമ്മയും പങ്കെടുക്കും. ആ അവസരം നോക്കി ഞാൻ അട്ടത്തിൻ്റെ മുകളിൽ കയറി. അന്ന് ആ പഴം തൊട്ട് നോക്കി. അന്ന് പഴം പഴുത്തിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ അട്ടത്തിൻ്റെ മുകളിൽ കയറും, പഴം ഞെക്കി നോക്കും. ഒരു ദിവസം ഞാൻ പഴം പിടിച്ചു നോക്കുമ്പം പഴം പഴുത്തിട്ടുണ്ട്. ഒരു പഴം ഞാൻ എടുത്ത് തിന്നു. എൻ്റെ വിചാരം ഇതാരും കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം എൻ്റെ ജ്യേഷ്ഠനും പെങ്ങളും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. പഴം പഴുത്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഉമ്മ ഒരു ദിവസം അട്ടത്തിൻ്റെ മുകളിൽ കയറി. ഉമ്മ കണ്ട കാഴ്ച, അതിൽ ചില പഴമൊന്നും കാണുന്നില്ല. അതൊക്കെ ഇരിഞ്ഞ് ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ഉമ്മ ആദ്യം കരുതിയത് എലി കൊണ്ടുപോയത് എന്നാണ്. പക്ഷെ എലി കൊണ്ടുപോയ അടയാളമല്ല കാണുന്നത്. അത് ആരോ പറിച്ചെടുത്ത അടയാളമാണ് കാണുന്നത്. ഉടൻ തന്നെ ഉമ്മ ജ്യേഷ്ഠനെ വിളിച്ചു, പെങ്ങളെ വിളിച്ചു. അവരെ ചീത്ത പറയാൻ തുടങ്ങി. ഉമ്മൻ്റെ വിചാരം ഇത് ജ്യേഷ്ഠൻ എടുത്തു കൊണ്ടുപോയത് എന്നാണ്. ജ്യേഷ്ഠനെ കുറേ ചീത്ത പറഞ്ഞ് അടി കിട്ടി. ഞാനല്ല ചെയ്തതെന്ന് അവന് പറയുന്നുണ്ട്. പക്ഷേ ഉമ്മക്കത് വിശ്വാസം പോരായിരുന്നു. ഉമ്മൻ്റെ വിചാരം അവൻ ചെയ്തത് എന്നാണ്. ഉമ്മാക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. കാഴ്ചക്കുറവുള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് ഉമ്മാൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് വീട്ടിൽ അന്ന് ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനാണ് നന്നായി കിട്ടുന്നുണ്ട്, ചീത്ത കേൾക്കുന്നുണ്ട്, ഞാനിത് കേൾക്കുന്നും കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് ചിരി വരുന്നുണ്ട്, എന്നാൽ അവനോട് എനിക്ക് സഹതാപവും തോന്നുന്നു. കാരണം ഞാൻ കാരണമാണല്ലോ ഈ അടി കിട്ടുന്നത്. അന്നത് അങ്ങനെ അവസാനിച്ചു. പിറ്റേ ദിവസവും ഞാൻ അട്ടത്തിൻ്റെ മുകളിൽ കയറി ഒരു പഴം മെല്ലെ പറിക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ മാറ്റി വായിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഞാൻ കയറുന്നതും പഴം പറിക്കുന്നതും പഴം കഴിക്കുന്നതൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ കണ്ടു. ഇവന് ഉമ്മാനെ വിളിച്ചു കൊണ്ടുവന്നു. ഉമ്മ ആ സമയത്ത് ഈ പുളിൻ്റെ ചുവട്ടിൽ അയൽവാസികളായ സ്ത്രീകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ അവനകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഉമ്മാക്കത് ലൈവായി കാണിച്ചു കൊടുത്തു. ഉമ്മ ഒരു വടിയെടുത്ത് കാലിനൊരു അടി അങ്ങോട്ട് തന്നു. ഇറങ്ങടാറിന്. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. അട്ടത്തുനിന്ന് ഇറങ്ങി നല്ല ആ അവസരം കയ്യോട് പിടിച്ച് ഉമ്മ നന്നായി അടിച്ചെന്നെ. അടി കിട്ടി. അപ്പോഴാണ് ഉമ്മാക്ക് മനസ്സിലായത് ഇതുവരെ പഴം തിന്നതെല്ലാം ഞാനാണ് എന്നുള്ളത്. അതുവരെ ഉമ്മ ആ പാവൻ ജ്യേഷ്ഠനെ തെറ്റിദ്ധരിച്ചു. കാരണം ഈ പഴം കട്ട് തിന്ന ഒരു കാരണമുണ്ട്. വീട് മുറ്റത്ത് 1-2 വാഴയുണ്ട്. ഉമ്മ നനച്ചുണ്ടാക്കിയ വാഴയാണത്. പക്ഷെ ഞങ്ങൾക്ക് പഴം എപ്പോഴും കിട്ടുന്ന ഒന്നല്ല. വീട്ടിൽ ഇനി ഈ വാഴ കുലച്ചാൽ തന്നെ പഴം ഞങ്ങൾക്ക് കിട്ടാറില്ല. ഈ പഴം പഴുപ്പിച്ചിട്ട് ഉമ്മ തൊട്ടടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അതിന് പകരം മറ്റെന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരും. എനിക്ക് ഈ പഴം അന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നായിരുന്നു. എപ്പോഴെങ്കിലും ഒരു പഴം കിട്ടിയാൽ കിട്ടി. എൻ്റെ മൂത്താപ്പ വീട്ടിൽ വരാറുണ്ട്. മൂത്താപ്പൻ്റെ കയ്യിൽ കവർ കാണും. ആ കവറിൽ പഴം, ബിസ്ക്കറ്റ് ഇതെല്ലാം ഉണ്ടാവും. അന്ന് ഞങ്ങൾ പഴം കഴിക്കും. വീട്ടിൽ പഴം ഉണ്ടായിട്ടും പഴം നമുക്ക് തരാത്തതിലുള്ള ഒരു വിഷമമൊക്കെ എനിക്കുണ്ട്. ഞാൻ ഉമ്മയോട് പറയാറുണ്ട്. എനിക്ക് മാത്രമല്ല, ജ്യേഷ്ഠനും അതുപോലെ എൻ്റെ പെങ്ങൾ ഉമ്മയോട് പറയാറുണ്ട്. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ പഴം കടയിൽ വിൽക്കാറാണ്, അതിന് പകരം സാധനം വാങ്ങാറാണ്. ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അതോടൊപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.